ഹായ്, ബയോളജിയുടെ ഒരു മാരത്തോണുമായിട്ട് വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. 2018 നീറ്റ് എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള 45 ക്വസ്റ്റ്യൻസ്. തുടങ്ങാം നമുക്ക്. First question. The experimental proof for semi-conservative replication of DNA was first shown in A. അപ്പൊ നമുക്കറിയാം സെമി കൺസർവേറ്റീവ് മോഡൽ മിസൽസ് ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് നടത്തിയത് ഈക്കോളായി ആണ്. അതൊരു ബാക്ടീരിയമാണ് ആൻഡ് ബാക്ടീരിയയും ഈസ് ഗിവൺ ആസ് ദി സെക്കൻഡ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫ്സെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഓഫ്സെറ്റ് ഐക്കോർണിയ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്റിലൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയതുകൊണ്ട് തന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. ആൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ഈസ് ഗിവൺ ആസ് ദി സെക്കൻഡ് ഓപ്ഷൻ. റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pairs is in wrongly matched? Starch synthesis in P, multiple alleles. Multiple alleles എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മുടെ ഇവിടെ പി സ്റ്റാർച്ച് കണ്ടന്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പ്ലിയോട്രോപ്പിസത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് ബി എന്ന് പറയുന്ന ജീനാണ് പഠിക്കുന്നത്. അത് പ്ലിയോട്രോപ്പിസം ആയിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. അതായത് ഒരു ജീൻ തന്നെ രണ്ട് ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ തന്നിരിക്കുന്ന മൾട്ടിപ്പിൾ അലീൽസ് ആണ്. അതൊരു റോങ് മാച്ച് ആണ് ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following flowers only once in the lifetime? ഒരിക്കൽ മാത്രം പൂക്കുന്നത് നമ്മുടെ ബാംബു മുളയാണ്. സോ അത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് മാച്ച്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് മാച്ച് ഏതാണ്? അലക്സ് ജെഫ്രി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ല. അലക്സ് ജെഫ്രി DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. Then Alfred Hershey and Martha Chase. അതായത് ഹെർഷി ആൻഡ് ചേസ് നമ്മുടെ ബാക്ടീരിയോഫേജിനകത്ത് നടത്തിയ എക്സ്പെരിമെന്റ് നടത്തിയ ആൾക്കാർ. അവിടെ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. ദെൻ ഷ്ലീഡൻ മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് നടത്തിയത് പൈസംസ് അദ്ദേഹത്തിനകത്തല്ല, അത് ഗ്രിഗർ ജോൺ മെന്റൽ ആണ്. ഇത് ആക്ച്വലി വരേണ്ടത് അവിടെ ഈക്വലായി ബാക്ടീരിയം ആയിരുന്നു. ജേക്കബ് ആൻഡ് മൊണോഡ് ലാക് ഓപ്പറോൺ വളരെ കറക്റ്റ് ആണ്. ലാക് ഓപ്പറോൺ തന്നെയാണ് ജേക്കബ് ആൻഡ് മൊണോഡ് കണ്ടുപിടിച്ചത്. അപ്പൊ അതാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് പ്രൂവ്ഡ് ഹെൽപ്ഫുൾ ഇൻ പ്രിസർവിംഗ് പോളൻ ആസ് ഫോസിൽ? ഫോസിലായിട്ട് നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ സൂക്ഷിച്ചു വെക്കാൻ കാര്യം അതിന്റെ സ്പോറോ പൊളനിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന എക്സൈൻ അതിനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് ഫോസിലായിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് സ്പോറോ പൊളനിൻ നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റൊമാറ്റൽ മൂവ്മെന്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ temperature. സ്വാഭാവികമായിട്ട് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് എഫക്ട് ചെയ്യും, ലൈറ്റ് എഫക്ട് ചെയ്യും, ഓക്സിജൻ കോൺസെൻട്രേഷൻ നോട്ട് അറ്റ് ഓൾ എഫക്ട്സ്. ഓക്കെ, അപ്പോ ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമാറ്റ is not affected by oxygen. That is the right answer, third option. Next question. The stage during which the separation of the paired homologous chromosomes begins. എപ്പോഴാണ് paired homologous chromosomes രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്? അവിടെ തന്നിരിക്കുന്നതിനകത്ത് ഡിപ്ലോട്ടീൻ സ്റ്റേജ് is the right answer. മിയോസിസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ സെൽ സൈക്കിൾ നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് നന്നായിട്ട് അറിയും. സെൽ സൈക്കിൾ പഠിക്കാത്തവർ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിനകത്തുണ്ട്, കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two functional groups present characteristics of sugars are. ഷുഗേഴ്സിൽ സാധാരണ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഉണ്ട്, അത് ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല. പിന്നെ OH ഉണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. പിന്നെ കീറ്റോണോ മീൻസ് ആൽഡിഹൈഡോ കാണാം, ദാറ്റ് ഇസ് കാർബോണൈൽ ഗ്രൂപ്പ് അതിനകത്ത് കാണാം. സോ കാർബോണൈൽ ആൻഡ് ഹൈഡ്രോക്സിൽ, ദാറ്റ് ഇസ് ദി ഫോർത്ത് ഓപ്ഷൻ. Right answer. Next question. Which of the following is not a product of light reaction of photosynthesis? Photosynthesis വഴി ഉൽപ്പാദിപ്പിക്കാത്ത പ്രോഡക്റ്റ് ഏതാണ് തന്നിരിക്കുന്നതിനകത്ത്? NADH നമ്മുടെ റെസ്പിറേഷനകത്ത് വരുന്നത്. ഫോട്ടോസിന്തസിസ് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നമ്മൾ NADH എന്ന് പറയുന്നത്. So that is the right answer. Next question. Stomata in grass leaves are. അപ്പൊ ഗ്രാസിനകത്ത് അതായത് മോണോകോട്ടിനകത്ത് നമ്മുടെ സ്റ്റൊമാറ്റ എന്ത് ഷേപ്പിലായിരിക്കുന്നത്? നമ്മുടെ ഡംബൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്, അല്ലെ? സോ നമ്മുടെ ഡൈക്കോട്ടിലായിരുന്നെങ്കിലോ അതൊരു പി ഷേപ്പ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്പിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം ഗ്രാസ് ആണ്, മോണോകോട്ടാണ്, അത് ഡംബൽ ഷേപ്പിലാണ്, വിച്ച് ഈസ് ദി ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is not a prokaryote? താഴെ തന്നിരിക്കുന്നതിൽ പ്രോകാരിയോട്ട് അല്ലാത്ത ആര്? സക്കാരോമൈസസ്. പാവപ്പെട്ടവൻ, ഒറ്റ സെല്ലേ ഉള്ളൂ എങ്കിലും അവൻ പ്രോകാരിയോട്ട് അല്ല, അവനൊരു യൂകാരിയോട്ട് ആണ്, ഫംഗസ് ആണ്. ഒരേ ഒരു യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ് സക്കാരോമൈസസ്. സർവീസ് ചെയ്യുന്ന അറിയപ്പെടുന്ന നമ്മുടെ ഈസ്റ്റ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ, ഇറ്റ് ഈസ് നോട്ട് എ പ്രോകാരിയോട്ട് ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. Next question. Which of the following is true for nucleolus? Nucleolus ബന്ധപ്പെട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്? Larger nucleoli is present in dividing cells. തെറ്റ്. It is a membrane bound structure അല്ല. It takes part in spindle formation. Not at all. It is a site of active ribosomal RNA synthesis. That is a right statement. Next question.
The Golgi complex participates in സാധാരണ ഗോൾഗി കോംപ്ലക്സിൽ നിന്നാണ് വെസിക്കിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ that is the second option, that is the formation of secretory vesicles, and that is the right answer. Next question. In stratosphere, which of the following elements acts as catalyst in degradation of ozone, release of molecular oxygen? എല്ലാവർക്കും അറിയാം ഓസോൺ ഡിപ്ലീഷനിലെ കാരണഭൂതനായിട്ടുള്ള ആളാണ് CFC, chlorofluorocarbon. അതിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസ് ആയിട്ടുള്ള ക്ലോറിൻ. So chlorine is given as the second option, that is the right answer. Next question. Which of the following is a secondary pollutant? അതായത് ആദ്യം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളിൽ നിന്നുണ്ടാകുന്ന സെക്കൻഡറി പൊല്യൂട്ടന്റ്. അങ്ങനെയുള്ള ആൾ ആരെയാണ്? കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, SO2 എല്ലാം പ്രൈമറി പൊല്യൂട്ടന്റ്സ് ആണ്. പക്ഷേ ഓസോൺ ഈസ് എ സെക്കൻഡറി പൊല്യൂട്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിശ്ചയ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒരു എൻവയോൺമെന്റിൽ അവരവരുടേതായിട്ടുള്ള റോൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ നിശ്ചയം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് ദി ഫോർത്ത് ഓപ്ഷൻ, ദ ഫങ്ഷണൽ റോൾ പ്ലേഡ് ഇൻ ബൈ ദി ഓർഗാനിസം വെയർ ഇറ്റ് ലീവ്സ്. അതായത് എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ആ ഓർഗാനിസത്തിന്റെ ഫംഗ്ഷൻ എന്താണോ അതാണ് അതിന് നിശ്ചയം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാറ്റാലിറ്റി റിഫേഴ്സ് ടു ബർത്ത് റേറ്റ് അല്ലെ? നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ജനന നിരക്ക് എന്ന് മലയാളത്തിൽ പറയും. അതാണ് ബർത്ത് റേറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ഗിവൻ ആസ് ദി സെക്കൻഡ് ഓപ്ഷൻ. ഇനി ഡെത്ത് റേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ മോർട്ടാലിറ്റി എന്നും വിളിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What type of ecological pyramid would obtained by with the following data? Secondary consumer 120, primary consumer 60, primary producer 10. ആ തന്നിരിക്കുന്നത് തന്നെ നമുക്ക് കാണുമ്പോഴറിയാതെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പിരമിഡ് ആണ്. പിന്നെ ഗ്രാം എന്ന് തന്നിരിക്കുമ്പോൾ ഒരിക്കൽ നമ്പർ അല്ല, അത് ബയോമാസ് ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് ഓസോൺ ഡേ നിങ്ങളുടെ നീറ്റ് എൻട്രൻസ് എന്നാ സെപ്റ്റംബർ 13. എന്നാ ICAR എൻട്രൻസ് തുടങ്ങുന്നത്? സെപ്റ്റംബർ 16. നിങ്ങളുടെ നീറ്റ് എൻട്രൻസ് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ ICAR എൻട്രൻസ് തുടങ്ങുമല്ലോ, അന്നാണ് ഓസോൺ ഡേ, വേൾഡ് ഓസോൺ ഡേ, സെപ്റ്റംബർ 16. ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് ദി തേർഡ് ഓപ്ഷൻ, റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is commonly used as a vector for introducing a DNA fragment in human lymphocytes? സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഒരാളെ നമ്മുടെ വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് റെട്രോ വൈറസുകളെയാണ്. ആൻഡ് റെട്രോ വൈറസ് our RNA virus, which is given as the first option. Next question. In India, the organization responsible for assessing the safety of introducing genetically modified organisms for public use is? സാധാരണഗതിയിൽ നമ്മൾ BT കോട്ടൺ, BT വഴുതനങ്ങ അങ്ങനെയൊക്കെയുള്ള അപ്പൊ അതിന്റെയൊക്കെ ഒരു അപ്രൂവൽ കൊടുക്കുകയും നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന GEAC ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് ദി ഫോർത്ത് ഓപ്ഷൻ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി, ഫോർത്ത് ഓപ്ഷൻ, റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A new variety of rice was patented by a foreign company. Through such varieties have been present in India for a long time. This is related to actually നമ്മൾ ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് നമ്മുടെ ഒരു വെറൈറ്റി ഉണ്ട്, അതായത് ബസ്മതി റൈസ്. ഓക്കെ, അപ്പൊ ബസ്മതി റൈസിന് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആയിരുന്നു അത്. ബസ്മതി റൈസ് നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് മാച്ച്. റൈബോസൈം ആണത്, റൈബോസൈം ന്യൂക്ലിക് ആസിഡ്. That is the right one, because ribosome എന്ന് പറയുന്നത് RNA തന്നെ എൻസൈമായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ റൈബോസൈംസ് എന്ന് വിളിക്കുന്നത്. അത് ന്യൂക്ലിക് ആസിഡ് തന്നെയാണല്ലോ RNA എന്ന് പറയുന്നത്. So that is a right match, and that is the right answer. Next question. Use of bioresource by multinational companies and organizations without authorization from the concerned country and its people is called. സാധാരണഗതിയിൽ ഈ അടിച്ചുമാറ്റൽ പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മുടെ അനുവാദം ഒന്നും ഇല്ലാതെ നമ്മുടെ വസ്തുക്കൾ എടുത്തോണ്ട് പോകുന്നത് നമ്മൾ എന്താ വിളിക്കുന്നത്? ബയോ പൈറസി എന്ന് വിളിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് ദി സെക്കൻഡ് ഓപ്ഷൻ, റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഇൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR. ബയോടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ആണ് അല്ലെ PCR എന്ന് പറയുന്നത്. ആംപ്ലിഫിക്കേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. PCR എന്താണെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. PCR കണ്ടുപഠിക്കുക. ഓക്കെ, അതിൽ 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഒന്ന് നമ്മൾ തന്നെ ഡീനാച്ചുറേറ്റ് ചെയ്യും, പിന്നെ അനീൽ ചെയ്യും, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യും. സോ ദാറ്റ് അതേ ഓർഡറിൽ കൃത്യമായിട്ട് തന്നിരിക്കുന്നത് നാലാമത്തെ ഓപ്ഷനാണ്, ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. That is the right answer. Next question. Secondary xylem and phloem in dipod stem are produced by. Secondary xylem phloem രണ്ടാ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? വാസ്കുലാർ കാമ്പിയം ആണ്. എന്നാൽ ഫെല്ലം, ഫെല്ലോഡം അങ്ങനെയൊക്കെ ടേംസ് ആണ് നമ്മൾ കോർക്ക് കാമ്പിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വാസ്കുലാർ കാമ്പിയത്തിലാണ് ക്വസ്റ്റ്യൻ. സോ വാസ്കുലാർ കാമ്പിയം രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂമാറ്റോഫോഴ്സ് ഒക്കേഴ്സ് ഇൻ. ന്യൂമാറ്റോഫോഴ്സ് നമുക്കറിയാം ചെടികളിൽ നമ്മുടെ റൂട്ട് തന്നെ അഡ്വന്റീഷ്യസ് റൂട്ട് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാലോഫൈറ്റ്സ് പോലുള്ള ചെടികളിൽ. ആൻഡ് ഹാലോഫൈറ്റ്സ് ഈസ് ഗിവൻ ആസ് ദി ഫസ്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. സ്വീറ്റ് പൊട്ടറ്റോ ഈസ് എ മോഡിഫൈഡ്. സാധാരണ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ടേം ആണ് സ്വീറ്റ് പൊട്ടറ്റോ, പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ ആക്ച്വലി അഡ്വന്റീഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്, എന്നാൽ പൊട്ടറ്റോ ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് ചോദ്യം, അത് അഡ്വന്റീഷ്യസ് റൂട്ട് ആണ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയായ ഉത്തരം. Next question. Which of the following statement is correct?
Ovules are not enclosed by ovary wall in gymnosperm. വളരെ കറക്റ്റ് ആണ്, കാരണം അതിനകത്ത് ഫ്രൂട്ട് ഇല്ലല്ലോ. ഫ്രൂട്ട് ഉണ്ടെങ്കിലല്ലേ ഓവറി വാളിന്റെ കാര്യം പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഓവ്യൂൾസിന് അവിടെ ഓവറി വാളിന്റെ കവറിംഗ് ഇല്ലാതെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അത് റൈറ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഡ് കൂടുന്നില്ലല്ലോ അല്ലേ, ഇത് മാരത്തോൺ ആണ്, നമുക്ക് വേഗം പഠിച്ച് തീർക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. സെൽ വാൾ ഈസ് പ്രസന്റ് ഇൻ മെമ്പേഴ്സ് ഓഫ് ഫംഗൈ ആൻഡ് പ്ലാന്റേ. ശരിയാണ്. മഷ്റൂംസ് ബിലോങ്സ് ടു ബെസിഡിയോമൈസിൻ. ശരിയാണ്. അതുകൊണ്ട് തന്നെ ബെസിഡിയോമൈസിന്റെ മഷ്റൂംസ് എന്ന് കോമൺ പേര് തന്നെയുണ്ട്. അതിനെ ബ്രാക്കറ്റ് ഫംഗൈ അല്ലെങ്കിൽ പഫ് ബോൾസ് എന്ന് വിളിക്കാറുണ്ട്. Pseudopodia are locomotory and feeding structures sporozoans. അല്ല, അമീബോയിഡ് പ്രോട്ടോസോവൻസ്, അമീബ അവരുടെയാണ് ഈ നമ്മുടെ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. സോ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ആൻസർ ആണ് ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാസ്പെരിൻ സ്ട്രിപ്സ് ഒക്കേഴ്സ് ഇൻ. കാസ്പെരിൻ സ്ട്രിപ്സ് നമ്മുടെ ഡൈക്കോട്ട് റൂട്ടിന്റെ അനാട്ടമി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അതിന്റെ എൻഡോഡെർമിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്യൂബറിൻ ഡെപ്പോസിഷൻ കാരണം അവിടെ വാട്ടർ ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാസ്പെരിൻ സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻഡോഡെർമിസ് ആണ് ഇവിടുത്തെ ആൻസർ, വിച്ച് ഇസ് ഗിവൺ ആസ് ദി ഫോർത്ത് ഓപ്ഷൻ. Next question. Plant having little or no secondary growth. Secondary growth നടക്കാത്തത് ആർക്കാ? മോണോകോട്ടുകൾ, ഗ്രാസസിന്. സോ അത് ഗ്രാസസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one is wrongly matched? Uniflagellate gametes, പോളിസിഫോണിയ. ഇല്ല, പോളിസിഫോണിയ എന്ന് പറയുന്ന ആൽഗെ അതിനകത്ത് അവർ നോൺ മൊട്ടൈൽ ആയിട്ടുള്ള ഗമേറ്റ്സ് ആണ്. അപ്പൊ യൂണിഫ്ലജലേറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. സോ ദാറ്റ് ഈസ് എ റോങ് മാച്ച്, വിച്ച് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the items given in column 1 with those in column 2 and select the correct option given below. Match the following ആണ്. ഹെർബേറിയം എല്ലാവർക്കും അറിയാം, പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ ഹെർബേറിയം എന്ന് വിളിക്കുന്നത്, വിച്ച് ഇസ് തേർഡ് വൺ. ദെൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടി, ടാക്സുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതവിടെ തന്നിട്ടുണ്ട്. ഫോർത്ത് ഓപ്ഷൻ ആണ്. ബുക്ക്ലെറ്റ് കണ്ടെയ്നിങ് എ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് their alternates which are helpful in identification of various taxa. Then museum, dried ആയിട്ടുള്ള plants and animals ഒക്കെ സ്റ്റഫ് ചെയ്തൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം. And that is given as the first option. It is a place having the collection of preserved plants and animals. നമ്മൾ കുപ്പിക്കകത്തിട്ട് സൂക്ഷിക്കുന്നത് മ്യൂസിയം തന്നെയാണ് കേട്ടോ. Then catalogs എന്ന് പറയുന്നത് it is a list of that enumerates methodologically all the species found in an area with a brief description aiding identification. So that is called a catalog. And ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ തന്നിരിക്കുന്നത് നാലാമത്തെ ഓപ്ഷനിലാണ്. So that is the right answer. വളരെ എളുപ്പമുള്ള മാത്സ് ഫോളോയിങ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Winged pollen grains are present in. Winged pollen grains സാധാരണ കാണുന്നത് പൈനസ് ആയിട്ടുള്ള ചെടികളിലാണ്, പൈൻ മരങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത് ഇവിടെ തന്നിരിക്കുന്നത് നാലാമത്തെ ഓപ്ഷൻ, പൈനസ് is given as the fourth option. That is the right answer. Next question. After karyogamy followed by meiosis, spores are produced exogenously. Exogenous എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൊണീഡിയ സ്പോർ പോലെ. സോ ദാറ്റ് ഈസ് എക്സോജിനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആര് എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ അവിടെ തന്നിരിക്കുന്നതിന്റെ അഗാരിക്കസ് is the right answer. Okay, next question. What is the role of NAD+ in cellular respiration? NAD+ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും അല്ലെ. സോ അതിവിടെ കൃത്യമായിട്ട് തന്നിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനിലാണ്. It functions as electron carrier and that is the right answer. Next question. Oxygen is not produced during photosynthesis by. അപ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നാണ് എന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. H2O ഉപയോഗിക്കുമ്പോൾ ഓക്സിജൻ എന്നും H2S സൾഫർ ബാക്ടീരിയ. സോ സൾഫർ ബാക്ടീരിയയിൽ നിന്ന് ഓക്സിജൻ പുറത്ത് വരത്തില്ല. സോ സൾഫർ ബാക്ടീരിയ ഈസ് given as the first option, green sulfur bacteria. That is the first option, right answer. Next question. Pollen grains can be stored for several years in a liquid nitrogen having a temperature of. ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ ഒരു റിസർച്ച് ഏരിയയിലാണ്, അതായത് ഈ ലിക്വിഡ് നൈട്രജൻ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചർ ഞാൻ ഒരിക്കലും പറയില്ല, ദാറ്റ് ഇസ് -196 ഡിഗ്രി സെൽഷ്യസിലാണ് liquid nitrogen സൂക്ഷിച്ചു വെക്കുന്നത്. And that is given as the third option. In which of the following forms is iron absorbed by plants? സാധാരണഗതിയിൽ plants iron absorb ചെയ്ത് Fe3+ ferric ions എന്ന ഫോർമാറ്റിലാണ്. And that is given as the first option, right answer. Next question. Double fertilization is. എന്താ ഡബിൾ ഫെർട്ടിലൈസേഷൻ? ആദ്യം വരുന്ന മെയിൽ ന്യൂക്ലിയൈ നമ്മുടെ എഗ്ഗുമായിട്ട് ഓവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. That is called syngamy. Then ഒരെണ്ണം കൂടി ഉണ്ട്, അയാൾ പോളാർ ന്യൂക്ലിയസ്, രണ്ട് പോളാർ ന്യൂക്ലിയസ് ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. That is called triple fusion. So syngamy and triple fusion together called double fertilization. And that is given as the fourth option, syngamy and triple fusion. Next question. Which of the following elements is responsible for maintaining turgor in cells? സാധാരണ turgor pressure ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് potassium ions ആണ്. And potassium is given as the third option, right answer. Next question. Which one of the following plants shows a very close relationship with a species of moth where none of two can complete its life cycle
വിത്തൗട്ട് ദ അതർ. സാധാരണഗതിയിൽ ഇങ്ങനെ കോ എക്സ്റ്റൻഷൻ, അതായത് കോ എവല്യൂഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്ന കുറച്ച് എക്സാമ്പിളുകളിൽ ഒന്നാണ് ഈ യൂക്ക പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇതും നമ്മുടെ യൂക്ക മോത്ത് എന്ന് തന്നെ അറിയപ്പെടാറുണ്ട്. അതും ആ മോത്തും തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് ദി സെക്കൻഡ് ഓപ്ഷൻ റൈറ്റ് ആൻസർ. 45 ക്വസ്റ്റ്യൻ ഒരു വർഷം ചോദിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി ബാക്കി 45 ക്വസ്റ്റ്യൻ കൂടി വേണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. എങ്കിൽ നമുക്ക് നീറ്റ് എക്സാമിനേഷന് മുന്നേ തന്നെ അതിന്റെ ആ ക്വസ്റ്റ്യൻസ് കൂടി 45 കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഒരു കുറച്ച് പേര് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും കൂടി മാരത്തോൺ ചെയ്യാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും സ്പീഡിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യാൻ പറ്റുമെന്ന്? ഒരിക്കലും ഇല്ല. കാരണം അത് ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. അതുപോലെ മാരത്തോൺ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ബയോളജി മാരത്തോൺ ഞാൻ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബയോളജിയിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ മാരത്തോൺ ആക്കി മാറ്റേണ്ടി വന്നത്. ഫിസിക്സിനകത്ത് കെമിസ്ട്രിക്കകത്ത് ഏകദേശം ഒരു 80% ചാപ്റ്റേഴ്സ്, ഓൾമോസ്റ്റ് 80% നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്യുകയും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഫിസിക്സ് കെമിസ്ട്രിയുടെ അതുകൊണ്ടാണ് അതിന് ഇച്ചിരി പ്രയോറിറ്റി കുറച്ചിട്ട് ബയോളജിക്ക് പ്രയോറിറ്റി കൂട്ടേണ്ടതായിട്ട് വന്നത്. ഈവൻ ദോ നീറ്റിന്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജി വെച്ച് നമുക്ക് ഒരുപാട് മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് ബയോളജി ചില്ലറക്കാരനായിട്ട് കാണുന്നത് 90 ക്വസ്റ്റ്യൻ ആണ്. ബാക്കി 90 ക്വസ്റ്റ്യൻ ഫിസിക്സ് കെമിസ്ട്രിയിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ഏത് രീതിയിൽ എക്സാമിനേഷൻ നിങ്ങൾ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാമിനേഷൻ എഴുതേണ്ടത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊപ്പം കാണണം. നിങ്ങൾ നല്ല പരീക്ഷ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക വേണം. ഉഴപ്പുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സമയമാണ്. ഇപ്പൊ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ വളരെ മധുരമുള്ള ഫ്രൂട്ട് ആയിരിക്കും. അത് വേണോ അതോ കൈപ്പേറിയ ഫ്രൂട്ട് വേണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പൊ ഒരിക്കലും മടി വിചാരിക്കരുത്. ഉണർന്ന് നിന്ന് പഠിക്കുക. ഉറക്കമൊക്കെ വളരെ കുറയ്ക്കുക. 4-5 മണിക്കൂറിന്റെ ഉറക്കം മാത്രം മതിയാകും. കാരണം എക്സാമിനേഷൻ ഇങ്ങനെ എത്തിപ്പോയി, നമുക്ക് ഇനി ഒട്ടും സമയമില്ല. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടക്കട്ടെ. ഒപ്പം എക്സാമിനേഷൻ കഴിഞ്ഞ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ ആൻസർ കീ ഇടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാനും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ കീ ഉടനെ തന്നെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും എങ്ങനെയായിരിക്കും അതിന്റെ ആൻസേഴ്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒപ്പം കാണണം. ചാനലിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യണം. പരീക്ഷ തീർന്നാലും കളഞ്ഞിട്ട് പോകരുത്. ഈ സ്നേഹം എന്നും കൂടെ കാണണം. നിങ്ങളോടൊപ്പം ഇന്ന് ഞാനും കൂടെ.